ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കോഴിക്കോട് എലത്തൂർ മാളിയേക്കടവ് ബൈപ്പാസ് റോഡിൽ പ്രവർത്തിച്ചു വരുന്ന CPR ചിക്കൻ കടയിൽ നിന്നും ഗുണനിലവാരമില്ലാത്ത കോഴിയിറച്ചി വിറ്റെന്നാരോപിച്ച് നാട്ടുകാർ ചിക്കൻ സ്റ്റാൾ ഉപരോധിച്ചു. തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കട പൂട്ടിച്ചു. കടയിൽ നിന്നും കേടുവന്ന ചിക്കൻ വിൽക്കുകയും ചെയ്തുവെന്ന് നാട്ടുകാർ ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് കട പൂട്ടിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഹെൽത്ത് ഓഫീസർമാർ വന്ന് കട സീൽ ചെയ്യുകയായിരുന്നു. ഞായറാഴ്ച നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥ വിഭാഗവും സ്ഥലത്തെത്തി കട പരിശോധിച്ചു. തുടർന്ന് ലൈസൻസ് ഇല്ലാതെയാണ് കട പ്രവർത്തിച്ചത് എന്ന് കണ്ടെത്തിയതോടെയാണ് കട പൂട്ടിച്ചത്. മാത്രമല്ല, വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് കോഴിയിറച്ചി സൂക്ഷിച്ചിരുന്നത് എന്നും കണ്ടെത്തി. ഭക്ഷ്യസുരക്ഷാ ഓഫീസർ S. ലസിക, കോർപ്പറേഷൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ K. ബിൻജുന, P. K. ധന്യ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കടയിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് പോലും ഇല്ലായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ കടയിൽ ഇതിനു മുൻപും ഇത്തരം അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അന്ന് നാട്ടുകാർ ഇടപെട്ട് കട അടപ്പിക്കുകയും ചെയ്തിരുന്നു. ഇറച്ചിക്കടയായി പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു കട പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനു മുൻപും CPR ചിക്കൻ കട ചത്ത കോഴിയെ വിറ്റതിന് തലക്കുളത്തൂർ പഞ്ചായത്ത് 1,00,000 രൂപ ഈടാക്കിയിരുന്നു. അതേസമയം കടയുടെ ഉൾഭാഗത്ത് ടൈൽ പൊട്ടി എലികൾ വരുന്ന ദ്വാരങ്ങൾ കാണാനിടയായി. മാത്രമല്ല, കടയുടെ അടിഭാഗത്ത് ടൈൽ ഒട്ടിക്കാതെയും കണ്ടതിനെ തുടർന്ന് നടപടി കർശനമാക്കി. നാട്ടിൽ പലതരം രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും ഇത്രയും ഇറച്ചിക്കടകൾ യാതൊരു നിയമവും പാലിക്കാതെ പ്രവർത്തിച്ചു പോകുന്നത് ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഒത്താശയോടെയാണ്. ഇടയ്ക്കിടെ ഹെൽത്ത് വിഭാഗത്തിന്റെ പരിശോധന ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം ഇറച്ചിക്കടകൾ പ്രവർത്തിക്കില്ല എന്ന് ഉറപ്പാണ്. നമ്മുടെ നാട്ടിൽ പലതരം അസുഖങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ദയവ് ചെയ്ത് ഹെൽത്ത് വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളെ ഗവൺമെന്റ് വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അഭിപ്രായപ്പെടുകയാണ്. CPR ചിക്കൻ കടകൾ സിറ്റിയിൽ ഇതേപോലെ വേറെയും പ്രവർത്തിക്കുന്നുണ്ട്. ഫ്രീഡം ഫൈറ്റിംഗ് ന്യൂസിനു വേണ്ടി രമ്യ അവിനാഷ്, കോഴിക്കോട്.